നമസ്കാരം. ഹമാസിന് ആയുധം താഴെവെക്കാനുള്ള അന്ത്യശാസനം നൽകി ട്രംപ്. ഹമാസ് ഉടൻ നിരായുധീകരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ട്രംപ്. നിരായുധീകരിച്ചില്ലെങ്കിൽ ഹമാസ് നരകയാതന അനുഭവിക്കേണ്ടി വരും. ഹമാസ് നിരായുധീകരിച്ചാൽ ഗാസ സമാധാന പദ്ധതിയുമായി മുന്നോട്ട് പോകാം. അതിൻ്റെ അടുത്ത ഘട്ടം വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഇതുകൊണ്ട് തന്നെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള മാർ എ ലാഗോ എസ്റ്റേറ്റിൽ നെതന്യാഹുവിനൊപ്പം സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹമാസ് നിരായുധീകരിച്ചില്ലെങ്കിൽ സമാധാന കരാറിനെ പിന്തുണച്ച ഡസൻ കണക്കിന് രാജ്യങ്ങൾ തീവ്രവാദ ഗ്രൂപ്പിനെ അടിച്ചു തകർക്കാൻ, തച്ചുടയ്ക്കാൻ, തുടച്ചു നീക്കാൻ തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിരായുധീകരിക്കാൻ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്ന നെതന്യാഹുവിനൊപ്പം നിന്നുകൊണ്ട് ട്രംപ് പ്രസ്താവന ഇറക്കി. നിങ്ങൾ സമ്മതിച്ചതുപോലെ ആയുധം താഴെ വച്ചില്ലെങ്കിൽ നരക വില തന്നെ നിങ്ങൾക്ക് നൽകേണ്ടി വരും. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒന്നും അന്വേഷിക്കുന്നില്ല, പക്ഷേ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിരായുധീകരിക്കണം. നമ്മളുമായി കരാറിൽ ഒപ്പുവെച്ച 59 രാജ്യങ്ങളുണ്ട്. വലിയ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിന് പുറത്തുള്ള രാജ്യങ്ങൾക്ക്. നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അറിയാവുന്നത് പോലെ തന്നെ അതിന് പുറത്തുള്ള രാജ്യങ്ങളാണ് നമ്മുടെ ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അതൊരു ധ്വനിയായിരുന്നു. മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ നൽകാൻ തയ്യാറാകും, എന്നാൽ അതിന് പുറത്തുള്ള 59 രാജ്യങ്ങൾ, സമാധാന കരാറിനെ പിന്തുണച്ച ഈ 59 രാജ്യങ്ങളും ചേർന്ന് നിങ്ങളെ ആക്രമിക്കും. അവർ അകത്തു കടന്ന ഹമാസിനെ തച്ചുടയ്ക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു നിൽക്കുകയാണ്. അവർക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്രായേലിനെ അവർക്ക് ആവശ്യമില്ല. ആ രാജ്യങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യേണ്ടത് ശരിയായ ആവശ്യവുമാണ്. ഹമാസ് പ്രതിജ്ഞ ചെയ്യുന്നത് നിരായുധീകരിക്കും എന്ന പ്രതിജ്ഞയാണെങ്കിൽ ഹമാസ് അത് ചെയ്യാൻ തയ്യാറാകണം. ഇപ്പോൾ നിരായുധീകരിക്കാൻ പോകുന്നില്ലെങ്കിൽ അതേ രാജ്യങ്ങൾ ഹമാസിനെ തുടച്ചു നീക്കും. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള, വളരെ ലക്ഷ്യം വച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം ഹമാസിനെതിരെ പറഞ്ഞത്. നെതന്യാഹുവുമായിട്ട് വളരെ അർത്ഥവത്തായുള്ള ഒരു കൂടിക്കാഴ്ച നടന്നതായും അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിൽ സമാധാനത്തിനുള്ള പങ്കാളിത്തത്തിന് നന്ദി പറയുന്നതായും ട്രംപ് പറഞ്ഞു. അതേസമയം സമാധാന ചർച്ചകളുടെ പ്രവർത്തനത്തിന് ഇസ്രായേലിലെ ഏറ്റവും വലിയ അവാർഡായ ഇസ്രായേലി പ്രൈസ് ട്രംപിന് നൽകുമെന്ന മാധ്യമപ്രവർത്തകരോടായി നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ അല്ലാത്ത ഒരാൾക്ക് ഇസ്രായേൽ ഒരിക്കലും ഈ ഉപകാരം നൽകിയിട്ടില്ല. നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ വർഷം ഞങ്ങളത് ട്രംപിന് നൽകും. സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം കഴിയുന്നത്ര വേഗത്തിൽ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും നെതന്യാഹു പറഞ്ഞു. ഹമാസിൻ്റെ നിരായുധീകരണം കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമാണ് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു പ്രതികരിച്ചു. സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണ്. എല്ലാ ബന്ദികളെയും തിരിച്ചു കൊണ്ടുവരിക, മാനുഷികമായ സഹായം നൽകുക എന്നതാണ് ആദ്യ ഘട്ടത്തിലെ ആവശ്യം. എന്നാൽ ഭീകര സംഘടനയുടെ നിരായുധീകരണം, ഹമാസിൻ്റെ ഭരണം ഫലപ്രദമായിട്ട് അവസാനിപ്പിക്കൽ, ഇത് കൃത്യമായി നടപ്പിലാക്കുക തന്നെ വേണം. ഒരു പരിവർത്തന ഭരണ സ്ഥാപനം സ്ഥാപിക്കലാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ 2ാം ഘട്ടം ഇതുവരെയും 2ാം ഘട്ടത്തിലേക്ക് എത്തി നോക്കാൻ പോലും സാധിച്ചില്ല. ആദ്യഘട്ടം തന്നെ പൂർത്തിയാക്കിയിട്ടില്ല. നിരായുധീകരണം നടത്താൻ ഹമാസ് വിസമ്മതിക്കുകയും എല്ലാ ഇസ്രായേലി ബന്ദികളെയും തിരികെ നൽകുകയും ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. അതേസമയം അടുത്തിടെ ഗാസയിൽ ചില ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട അവരുടെ തിരിച്ച് ലഭിക്കാത്ത ഭൗതിക അവശിഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഹമാസ് തിരിച്ചു നൽകണമെന്നും സർജന്റ് മേജർ റാൻ ഗുരിയുടെ കുടുംബത്തിനുൾപ്പെടെ
അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ തിരികെ നൽകണമെന്നും ഇസ്രായേൽ പറഞ്ഞു. ഇറാൻ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ വികസിപ്പിക്കാൻ തുടങ്ങിയാൽ ഇറാനെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് ഇതേ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയുണ്ടായി. ട്രംപിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതിരോധ സെക്രട്ടറി പീറ്റൻ ഹെക്സത്തും നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി US പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കുമെന്നത് സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റിൻ്റെ മരുമകനായ ജാരഡ് കുഷ്ണറുമാണ് ഈ പ്രതിനിധി സംഘത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ട്രംപ് പറഞ്ഞു. വളരെ ഫലപ്രദമായ ഒരു സന്ദർശനമായിരുന്നു നെതന്യാഹുവുമായിട്ട് ഉണ്ടായത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ഹമാസ് നേതൃത്വത്തിൽ നടത്തിയ ഭീകരാക്രമണത്തോടു കൂടിയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി. ഏകദേശം 1200 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും 251 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. യുദ്ധം ആരംഭിച്ച 2 വർഷത്തിലേറെയായി. നവംബറിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. എന്നാൽ ഇതുവരെയും അത് ഫലപ്രദമായി നടപ്പിൽ വരുത്തുവാൻ സാധിച്ചിട്ടില്ല. ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനമേറ്റ ശേഷം മിസ്റ്റർ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ഞായറാഴ്ച മാർ എ ലാഗോയിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു നെതന്യാഹുവുമായിട്ടുള്ള ചർച്ച. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന കരാറിന് മധ്യസ്ഥത വഹിക്കാൻ US പ്രസിഡന്റ് ശ്രമം തുടരുന്നതിനിടയിലാണ് അദ്ദേഹം നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉക്രൈനുമായുള്ള സമാധാന പദ്ധതിയുമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പും ശേഷവും ട്രംപ് സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ ആവശ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ, അതായത് ഉക്രൈനും റഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അതും നടപ്പിലാക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ശുഭാപ്തി വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യയും വേണ്ടത്ര പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.